സെക്രട്ടേറിയറ്റിനു മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരത്തിന് പിന്തുണയർപ്പിച്ച് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും വയനാട് എംപിയുമായ പ്രിയങ്ക ഗാന്ധി. വേതന വർധനവും വിരമിക്കൽ ആനുകൂല്യങ്ങളും ആവശ്യപ്പെട്ട് കഴിഞ്ഞ 20 ദിവസമായി സെക്രട്ടേറിയറ്റിനു പുറത്ത് സമരം ചെയ്യുകയാണ് ആശാവർക്കർമാർ. ആശാവർക്കർമാരുടെ സമരം ന്യായമാണ് എന്നും അതിന് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നതായും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. തന്റെ എക്സ് പോസ്റ്റിലൂടെയായിരുന്നു പ്രിയങ്കയുടെ പ്രതികരണം. കേരളത്തിലെ ആശാവർക്കർമാർ വേതനത്തിൽ 7000 രൂപയുടെ വർധനവാണ് ആവശ്യപ്പെടുന്നത്. നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ ശക്തികളിലൊന്നാണ് ആശാവർക്കർമാർ എന്നാണ് പ്രിയങ്ക പറയുന്നത്. പ്രത്യേകിച്ച് പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർ നിസ്വാർത്ഥമായി സമൂഹത്തെ സേവിക്കുന്നു. ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായ ആദ്യ കാലയളവിലാണ് ആശാവർക്കർമാർ ഇന്ത്യയുടെ ആരോഗ്യ സംരക്ഷണ ശൃംഖലയുടെ അവിഭാജ്യ ഘടകമായി മാറിയത്. കോവിഡിനെതിരായ പോരാട്ടത്തിന്റെ മുൻനിരയിൽ നിന്ന് ജീവൻ പണയപ്പെടുത്തി ഇന്ത്യയിലുടനീളമുള്ള എണ്ണമറ്റ കുടുംബങ്ങൾക്ക് മാതൃപരിചരണവും ആരോഗ്യ സേവനങ്ങളും നൽകാനും ആരോഗ്യ സംരക്ഷണം ഏറ്റവും അരികുവൽക്കരിക്കപ്പെട്ടവർക്ക് പോലും എത്തിച്ചേരുന്നുവെന്ന് ഉറപ്പാക്കാനും അവർക്കായിട്ടുണ്ട്. കേരളത്തിൽ ആശാവർക്കർമാർ തങ്ങളുടെ തുച്ഛമായ ഓണറേറിയമായ 7000 രൂപയിൽ ന്യായമായ വർധനവ് ആവശ്യപ്പെട്ടാണ് പ്രതിഷേധിക്കുന്നത്. കർണാടകയിലും തെലങ്കാനയിലും ആശാവർക്കർമാർക്ക് ലഭിക്കുന്നതിനേക്കാൾ വളരെ കുറവാണ് ഇത്. അവരുടെ പോരാട്ടം അന്തസ്സിനും ബഹുമാനത്തിനും വേണ്ടിയുള്ള പോരാട്ടമാണ്. സമൂഹത്തിന്റെ നട്ടെല്ലായ സ്ത്രീകൾക്ക് ഇത്തരത്തിൽ അവരുടെ അവകാശങ്ങൾക്കായി യാചിക്കേണ്ടി വരുന്നത് ഭയാനകമാണ്. നീതിക്ക് പകരം കേരള സർക്കാരിൽ നിന്ന് അവർക്ക് ലഭിച്ചത് നിസ്സംഗതയും അവരെ നിശബ്ദരാക്കാനുള്ള ശ്രമങ്ങളുമാണ്. കേരളത്തിലെ ആശാപ്രവർത്തകരോട് കോൺഗ്രസ് അചഞ്ചലമായ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. എന്റെ സഹോദരിമാരെ, നിങ്ങളുടെ പോരാട്ടം വെറുതെയാകില്ല. അടുത്ത വർഷം UDF അധികാരത്തിൽ വരുമ്പോൾ നിങ്ങളുടെ വേതനം വർദ്ധിപ്പിക്കുമെന്നും നിങ്ങൾ അർഹിക്കുന്ന ബഹുമാനവും അംഗീകാരവും ലഭിക്കുമെന്ന് ഉറപ്പാക്കുമെന്നും പ്രിയങ്ക പറഞ്ഞു. കുറഞ്ഞ വേതനം പ്രതിമാസം 21,000 രൂപയാക്കി എല്ലാ മാസവും 5-ാം തീയതിക്കുള്ളിൽ മുടക്കം കൂടാതെ നൽകുക. വിരമിക്കൽ പ്രായം 62 ആക്കിയ ഉത്തരവ് പിൻവലിക്കുക. വിരമിക്കുമ്പോൾ 5 ലക്ഷം രൂപ ആനുകൂല്യം അനുവദിക്കുക എന്നീ ആവശ്യങ്ങളുമായാണ് കേരള ആശ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സമരം നടത്തുന്നത്. അതേസമയം സമരവേദിയിൽ സുരേഷ് ഗോപി MP എത്തി മഴയത്ത് സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് റെയിൻകോട്ടുകളും കുടകളും നൽകിയത് ശ്രദ്ധേയമായി. മഴയെ തുടർന്ന് ആശാവർക്കർമാർ മഴ നനയാതിരിക്കാൻ കെട്ടിയ ടാർപോളിൻ പോലീസ് അഴിച്ചു നീക്കിയത് വിവാദമായിരുന്നു. ഇതിനു പിന്നാലെയാണ് സുരേഷ് ഗോപി ഇടപെട്ടത്. അതേസമയം ഈ വിഷയം കേരളത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനായി താൻ ഡൽഹിയിലേക്ക് പോകുമെന്നും ആവശ്യമെങ്കിൽ പ്രധാനമന്ത്രിയെ കാണുമെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. അതേസമയം ആശാവർക്കർമാരുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരാണ് ഉചിതമായ തീരുമാനം എടുക്കേണ്ടതെന്നാണ് സംസ്ഥാന സർക്കാർ ആവർത്തിക്കുന്നത്. ആശ ഒരു കേന്ദ്ര പദ്ധതിയാണെങ്കിലും അനുഭവപൂർവമായ സമീപനമാണ് സംസ്ഥാനത്തിൻ്റെതെന്നും ആശാവർക്കർമാരുടെ കാര്യത്തിൽ സർക്കാരിന് കടുംപിടുത്തമില്ലെന്നുമാണ് കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതികരിച്ചത്.